നമുക്ക് ആ ആളെ ഒന്നുകൂടെ മനസ്സിലാവും. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവും? അയാളോട് ആദരവുണ്ടാവും. അതാ നമ്മൾ സാധാരണ യാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിളിക്കാറുള്ളൊരു ടാക്സി ആളുണ്ട്, ടാക്സി ഡ്രൈവറുണ്ട്. ഈ അടുത്ത് പരിചയപ്പെട്ടതാണ്. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു യാത്ര കഴിഞ്ഞ് വന്ന് അവനോട് വരാൻ പറഞ്ഞിരുന്നു. അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനെ മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ മലയാളത്തിലാക്കിയിട്ട് ഇംഗ്ലീഷ് എഴുതില്ലേ, അങ്ങനെ മെസ്സേജ് അയച്ചു. എത്തി എന്ന് പറഞ്ഞിട്ട്, ETHI, എത്തി. അവന് മെസ്സേജ് കണ്ടു, വായിച്ചു. അപ്പോൾ തിരിച്ചവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഓഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇക്ക നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാനല്ലേ അവനോട് എത്തിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ ഓഡിയോ അയച്ചു, എത്തിയിട്ടുണ്ട് അനി, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അനീഷ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനിങ്ങനെ വന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ അവന് എന്നോട് പറയാ, എനിക്ക് ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കരുത് കേട്ടോ, എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, പിന്നെ മലയാളം വായിക്കൂലേ? ആ മലയാളം കുറച്ചൊക്കെ വായിക്കും, പക്ഷെ എഴുതാൻ അറിയില്ല. അപ്പം സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവുക? ഇവന് പഠിക്കേണ്ട കാലത്ത് പഠിച്ചിട്ടുണ്ടാവില്ല, സ്കൂളിൽ ശരിക്കും പോയിട്ടുണ്ടാവില്ല, ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ വേഗം ഒരു കാര്യം പറഞ്ഞു തന്നു. അപ്പം എനിക്ക് മനസ്സിലായി എന്താണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ നഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്. സ്കൂളിലൊന്നും അവന് ശരിക്കും പോകാൻ പറ്റിയില്ല. ഒരു പാവം അമ്മയെയും ഒരു ചെറിയ വീടിനെയും താഴെയുള്ള 3 അനിയത്തിമാരെയും പഠിപ്പിച്ച് അവരുടെ കല്യാണം കഴിപ്പിച്ച് ചെറിയൊരു വീടൊക്കെ വെച്ച് ഹോട്ടലിൽ ജോലി ചെയ്ത്, ജീപ്പിൽ ജോലി ചെയ്ത്, ലോറിയിൽ ജോലി ചെയ്ത്, ടാക്സി ഓടിച്ച്, സ്വന്തമായി എവിടെ നിന്നൊക്കെയോ പണം സ്വരൂപിച്ച് ചെറിയ കാറ് വാങ്ങി അത് ടാക്സിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന അന്തസ്സോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അവൻ ഇംഗ്ലീഷ് വായിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? എന്തിനവൻ ഇംഗ്ലീഷ്? അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടവൻ. അവൻ്റെ കഥ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അവനോടുണ്ടാകുന്നത് എന്തായിരിക്കും? ഈ റീസ്പെക്റ്റാണ്. കാരണം ഒന്നുകൂടെ എനിക്ക് മനസ്സിലായി അവനെ, കുറച്ചുകൂടെ ആഴത്തിൽ എനിക്ക് അവനെ മനസ്സിലായി. പക്ഷെ എല്ലാവരും ഒന്നും അവരെ കഥകൾ പറയൂല. പറയാതെ കേൾക്കാൻ കഴിയുന്ന അത്രയും നമ്മുടെ കൂടെയുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെയെങ്കിലും അവരെയെങ്കിലും പറയാതെ കേൾക്കാൻ കഴിയുന്നത്ര ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് കഴിയണം, നിങ്ങൾക്കും കഴിയണം. പുരുഷന്മാർ പൊതുവെ ഒന്നും പറയൂല, ഒന്നും ഷെയർ ചെയ്യൂല. അവർക്ക് സുഹൃത്തുക്കൾ പോലും സങ്കടങ്ങൾ ഷെയർ ചെയ്യാനുള്ളതല്ല അല്ലേ? സ്ത്രീകൾക്ക് പൊതുവെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനുള്ളതാണ്. പുരുഷന്മാർക്ക് അവരുടെ സങ്കടങ്ങൾ മറക്കാനുള്ളതാണ്. അവിടെ സങ്കടമൊന്നും അങ്ങനെ പറയൂല. ചങ്ങാതിമാരെന്തിനാ ആണുങ്ങൾക്ക് അവരുടെ സങ്കടങ്ങൾ മറക്കാനുള്ളതാണ്. പിന്നെ അവിടെ സങ്കടം പറയൊന്നുമില്ലല്ലോ. അതാരോടും പറയാതെ വിങ്ങി വിങ്ങി നിൽക്കുന്ന മനുഷ്യന്മാരാ. ഉള്ളിലെ സ്നേഹം പോലും പറയൂല അല്ലേ? നിങ്ങളുടെ മനസ്സിലൊരാൾ വന്നില്ലേ? ഇപ്പോൾ വന്നില്ലേ? പറയാതെ പോയ സ്നേഹത്തിൻ്റെ ഒരു രൂപം മനസ്സിൽ വന്നില്ലേ? പ്രകടിപ്പിക്കാതെ പോയ ഉള്ളിലെ നിറഞ്ഞ സ്നേഹത്തിൻ്റെ അനേക രൂപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോകും. പറയാതെ പോകുന്നവരാ. ഇവിടെ കുറേ ആണുങ്ങൾ ഇരിക്കുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന കുറേ ആണുങ്ങളില്ലേ? നിങ്ങൾ അവരോടൊക്കെ ചെന്നിട്ട് ഇപ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ഇപ്പോഴത്തെ സങ്കടം എന്താണ്? ഇപ്പം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാവും ഉള്ളിൽ, അതെന്താണ് എന്ന് ഇപ്പം പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവും ഉള്ളിൽ, അതെന്താണ് എന്ന് ചോദിച്ചു നോക്കൂ. മിക്കവാറും അത് അവരുടേതായിരിക്കുകയില്ല. ആ പ്രശ്നം അനിയത്തിയുടെ ഭർത്താവിൻ്റേതായിരിക്കും, അമ്മായിയുടെ കുട്ടിയുടേതായിരിക്കും, അളിയൻ്റേതായിരിക്കും, അനിയൻ്റേതായിരിക്കും, ജ്യേഷ്ഠൻ്റെ മോൻ്റെതോ മോളുടേതോ ആയിരിക്കും. ഇങ്ങനെ വേറെ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ സ്വയം ഉരുകുന്ന മനുഷ്യർക്ക് നമ്മൾ പറയുന്ന പേരാണത്. ശിഹാബുദ്ദീൻ പൊയ്ത്തും കടവിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. എൻ്റെ സമയം കഴിയാനായോ? ശിഹാബുദ്ദീൻ പൊയ്ത്തും കടവിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. അതിൽ അദ്ദേഹം ഒരു അച്ഛനെ കുറിച്ച് പറയാ. അതിങ്ങനെ പറഞ്ഞ് അവസാനം പറയണത് എന്താണെന്നറിയോ? ഭൂമിയിലെ
ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ് പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ്. ഒരു സമയം കഴിഞ്ഞാൽ അയാളെ ആർക്കും വേണ്ട, അയാളുടെ മക്കൾക്ക് പോലും അയാളെ വേണ്ട, അയാളുടെ കുടുംബത്തിൽ പോലും അയാൾ ആരുമല്ലാതായി തീർന്ന് ഇങ്ങനെ സ്വയം ഉരുകി 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 അയാളിങ്ങനെ പതുക്കെ പതുക്കെ അന്യത്വത്തിലേക്ക് ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ: മുറ്റത്തെ മുല്ലമരത്തിൻ്റെ ചെടി, മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ചൂലായി മൂലയ്ക്കലിരിക്കുന്നത് പോലെ അയാളുടെ നല്ല കാലം മുഴുവനും വേറെ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ ഊറ്റി 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 പതുക്കെ പതുക്കെ ഒരു ചൂലായി ഇങ്ങനെ തിരസ്കരിക്കപ്പെടുന്നത് പോലെയുള്ള ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ് പുരുഷൻ. സുഭാഷ് ചന്ദ്രൻ എന്നൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ, പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 50 ആളുകളെക്കുറിച്ച് ഇറക്കിയൊരു പുസ്തകമുണ്ട് ഈ അടുത്ത്. അദ്ദേഹത്തിന് 50 വയസ്സായപ്പോൾ. അതിൽ ആദ്യത്തെ ലേഖനം അച്ഛനെക്കുറിച്ചാണ്. അതിൽ അച്ഛനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ പതുക്കെ അവസാനിപ്പിക്കാം. അച്ഛനെക്കുറിച്ച് പറയണത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക. അലൂമിനിയത്തിൻ്റെ എന്തോ ഒരു കമ്പനിയാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് അലൂമിനിയത്തിൻ്റെ പൊടിയൊക്കെ മകന് കൊണ്ടുവന്ന് കൊടുക്കും. അന്ന് ഇവൻ 6 വയസ്സാണ്. ഇവൻ്റെ വലിയൊരു ആഗ്രഹം എന്താണെന്നറിയോ? അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി ഒന്ന് കാണണം എന്നാണ്. അച്ഛൻ്റെ കമ്പനി. ഉമ്മ ജോലി ചെയ്യുന്ന സ്കൂൾ ഉമ്മാൻ്റെ സ്കൂളാണല്ലോ. ഉപ്പ ജോലി ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി അച്ഛൻ്റെ കമ്പനിയാണല്ലോ. അപ്പോൾ അച്ഛൻ്റെ കമ്പനി ഒന്ന് കാണണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ദിവസം ഇവൻ്റെ ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ്, കൃഷ്ണൻ. അച്ഛൻ നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. മക്കൾക്ക് 2 ആളുകൾക്കും അങ്ങനത്തെ പേരിട്ടത്. ഒരാൾ സുഭാഷ് ചന്ദ്രബോസും ഒരാൾ കൃഷ്ണപിള്ളയുമാണ്. അപ്പോൾ കൃഷ്ണൻ അനിയനോട് പറയാ, നമുക്ക് സൈക്കിൾ വാടകയ്ക്ക് എടുക്കാം, എന്നിട്ട് അച്ഛൻ്റെ കമ്പനി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 1 രൂപ അമ്മയുടെ അടുത്തു നിന്നൊക്കെ സംഘടിപ്പിച്ച് ഇവർ അച്ഛൻ്റെ കമ്പനി കാണാൻ പോവാ. ഇവൻ അവിടെ ചെന്നിട്ട് അച്ഛനെ തിരയാ. പക്ഷെ അച്ഛനെ കാണുന്നില്ല. അവിടെ മുഴുവൻ ആളുകളും പച്ചയും ഉടുത്ത ആളുകളാണ്. ആ ഡ്രസ്സിലൊക്കെ അഴുക്കായിട്ടുണ്ട്. അവിടെയുള്ള മുഴുവൻ ആളുകളും പച്ചയും ചെളിയായാൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പച്ചയും. എല്ലാവരുടെ ശരീരത്തിലും നല്ല അഴുക്കുണ്ട്. എൻ്റെ അച്ഛൻ അങ്ങനെ അല്ലല്ലോ. കാരണം അച്ഛൻ വെള്ളയും എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. വൈകിട്ട് വരുമ്പോഴും വെള്ളയും തന്നെ. അതുകൊണ്ട് അച്ഛനൊരിക്കലും പച്ചയും ഉടുക്കാൻ സാധ്യതയില്ല. അവനിങ്ങനെ അച്ഛനെ തിരഞ്ഞിട്ട് അച്ഛനെ കാണുന്നില്ല. അപ്പോൾ പതുക്കെ ഒരു കൈ വന്ന് അവനെ ഇങ്ങനെ തലോടുന്നുണ്ട്. ആ കയ്യിനെ ഇങ്ങനെ അനുഭവിച്ചപ്പോൾ അവന് മനസ്സിലായി അത് അച്ഛനാണ്. കാരണം അച്ഛൻ്റെ ഒരു വിരൽ അറ്റുപോയതാ, മുറിഞ്ഞു പോയതാ. കമ്പനിയിലെ മെഷീനിൽ കുടുങ്ങിയാണത് മുറിഞ്ഞത് എന്ന് ഈ കുട്ടി അറിയുന്നത് എത്രയോ കാലങ്ങൾക്ക് ശേഷം. മുറിഞ്ഞ കൈവിരലുള്ളൊരു കൈ അവനെ ഇങ്ങനെ വന്ന് തൊട്ടപ്പോൾ അവന് മനസ്സിലായി അച്ഛൻ. അവനിങ്ങനെ ആവേശത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ പച്ചയും ഉടുത്ത അച്ഛൻ, ചെളിയിൽ കുളിച്ചു നിൽക്കുന്ന അച്ഛൻ. വെള്ളയും ഉടുത്ത അച്ഛനല്ല, പച്ചയും ഉടുത്ത അച്ഛൻ. അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഒരച്ഛൻ, പേടിക്കുന്ന ഒരച്ഛൻ. കാരണം ഇവൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്ക് കുറച്ച് അലൂമിനിയത്തിൻ്റെ പൊടി തരുമോ? വെള്ളി നിറമുള്ള പൊടിയാണ്, അത് കുറച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ ഇവനോട് പറയാ, മിണ്ടരുത്. അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട്, വേറെ ആരോ കേൾക്കും എന്നുള്ള പേടിയാ. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അച്ഛൻ മക്കളോട് പോകാനും പറയാ. അങ്ങനെ തിരിച്ച് സൈക്കിളിൻ്റെ പിറകിലിരുന്ന് പോരുമ്പോൾ ആ കുട്ടി, 6 വയസ്സുകാരനായ കുട്ടി, ജീവിതത്തിലെടുത്തൊരു തീരുമാനത്തെക്കുറിച്ച് അവൻ പറയാ. എന്താണെന്നറിയോ? ഒരിക്കലും വേറൊരാളെ പേടിക്കുന്ന ജോലി ഞാൻ ചെയ്യൂല. 1000 ആളുകളുടെ ഇടയിൽ നിന്നും എന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ജോലിയെ ഞാൻ ചെയ്യൂ. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയോ? ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളാണ്. നല്ല കുറച്ചൊക്കെ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല കേട്ടോ. പക്ഷെ അവർക്കും ഇങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടാവും. നാട്ടിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രമായിരിക്കും, നല്ല
അത്തറൊക്കെ പൂശിയിട്ടുള്ള ഒരു വരവായിരിക്കും. നാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴോ അപ്പോഴും നല്ല വസ്ത്രം തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ എത്തുമ്പോഴോ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന ആ അച്ഛനെ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. ആരെയൊക്കെയോ പേടിക്കേണ്ടി വരുന്ന, ഓരോ മാസത്തിൻ്റെയും അവസാനം ആർക്കൊക്കെയോ കണക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന, ഓരോ കണക്കും പൂർത്തീകരിക്കാൻ വേണ്ടി ഓടി അലയുന്ന, വിയർത്ത് കുളിക്കുന്ന, അങ്ങനെ ക്ഷീണിതനാകുന്ന അച്ഛനെ ആ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല.